ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മുടെ കുണുകുണുവാവേ ഉസ്താദിനൊരു മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അൻസാരി സുഗ്രി ഉസ്താദിനെ സത്യം പറയാമല്ലോ, നേരാവണ്ണം വർത്താനം പോലും പറയാൻ അറിയാതെ നാക്ക് തിരിയാത്ത ലവക്ക് ഉസ്താദ് പറഞ്ഞൊന്നും മനസ്സിലായില്ലെന്നാണ് പറയുന്നത്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് ചാണകത്തിന് പകരം തലച്ചോറാണ് വേണ്ടത്. നിന്റെ തലയ്ക്കകത്ത് ചാണകമായതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും നിനക്കത് തിരിയൂല. അപ്പൊ ചേച്ചിക്ക് ഉസ്താദിനോട് കുരുപോട്ടാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പ്രമാമതിയോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു സ്ത്രീ അവിടെ മത്സരിക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ 8 നിലയിൽ പൊട്ടിച്ചു. കൈയിട്ട് വാരാന്നൊക്കെ വിചാരിച്ചാണ് ഇലക്ഷനിൽ നിന്നത്. പക്ഷെ അവസാനം നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴത്തേക്ക് ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തി തുറന്ന് അതിനകത്തുള്ള പണവും സ്വർണവും ഒക്കെ എന്തൊക്കെയോ എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇവരെ പോലീസ് കൈയോടെ പൊക്കി. പിന്നെ നമ്മുടെ കോട്ടയം ജില്ലയിൽ BJPയുടെ അവിടുത്തെ ജില്ലാ കൊണാണ്ടറായിട്ടുള്ള ഒരുത്തൻ ഈ ക്ഷേത്രത്തിലെ മുതൽ കട്ടെടുത്തു. ഈ ഹിന്ദുക്കളെ സംരക്ഷിക്കുക, ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക, ഇതിനൊക്കെ മുന്നിട്ടിറങ്ങുന്നത് ഈ സംഘപരിവാറാണല്ലോ അല്ലെ. അതുകൊണ്ടാണല്ലോ ശബരിമല വിഷയം വന്നപ്പോഴത്തേക്ക് പോറ്റിയെ കേറ്റിയെ സ്വർണം നിങ്ങൾ മാറ്റിയെന്നൊക്കെ പറഞ്ഞുള്ള പാട്ടൊക്കെ ഇറക്കിയിട്ട് അങ്ങോട്ട് ആഹ്ലാദിച്ചവരെന്നും ഈ വാർത്ത വന്നപ്പോഴത്തേക്ക് ഈ മലൻ നമ്പ്യാരോ കർമ്മ കക്കൂസോ ലസിത കൊണുവാവയോ മറ്റേ കാനാത്താൻ്റെ കോനാത്തോ ഇവരൊന്നും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താൽ വന്നപ്പോഴാണ് നമ്മുടെ അൻസാരി സുഗ്രി ഉസ്താദ് ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്ത് അത് വളരെ രസകരമായ രീതിയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആൾക്കാരത് കേട്ട് ചിരിക്കുന്ന രീതിയിലാണ് ഉസ്താദ് ആ വീഡിയോ ചെയ്തത്. അപ്പോഴാണ് നമ്മുടെ വർഗീയത എന്താണെന്ന് പോലും അറിയാത്ത, ഒരു പൂവിനെ പോലും നുള്ളിയെടുക്കാത്ത, ഒരു ചിത്രശലഭത്തെ പോലും നോവിക്കാത്ത നമ്മുടെ ഈ കുഞ്ഞുവാവ ഉണ്ടല്ലോ, ഈ കുണുകുണുവാവ ഉസ്താദിന് മറുപടിയായിട്ട് വരിക. ആദ്യം നീ പോയിട്ട് നന്നായിട്ട് നാക്ക് പഠിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നീ പറയുന്നത് എന്താണെന്ന് പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. തലേ ദിവസം കെട്ടിയോളും മാപ്പിളയും കൂടെ ഒക്കെ ഇരുന്ന് എന്തൊക്കെയോ വലിച്ചു കയറ്റി രാവിലെ പുട്ടിയിട്ട് സോഷ്യൽ മീഡിയ മുമ്പിൽ വന്നിരുന്നുണ്ട്. സമൂഹത്തിൽ ഉസ്താദിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ള യോഗ്യത ഉണ്ടാ എന്ന് നീ ആദ്യം നോക്കണം. കുടുംബം തന്നെ താറുമാറാക്കിയിട്ട് നീയൊക്കെ എന്ത് വന്നിരുന്നുണ്ട് സോഷ്യൽ മീഡിയ കൊണയടിക്കുന്നത്. സത്യം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വന്നു പോകുന്നത്. എന്തായാലും ലവള് പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം അല്ലെ, കുറച്ചൊന്ന് ചിരിക്കാം. വാ. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മളെ ഉസ്താദായിട്ട് വന്നിട്ടുണ്ട് മറുപടി പറയുന്നത് കണ്ട ചപ്പും പുല്ലുമാണ് മറുപടി പറയുന്നത്. എന്താണ് ഏതാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഉസ്താദേട്ടാ എന്തുവാ ഈ പറഞ്ഞതൊന്നും എനിക്ക് ഓടിയിട്ടില്ല. എനിക്ക് പക്ഷേങ്കിൽ ഓടാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ വർഗീയപരമായിട്ടുള്ള വിമർശനങ്ങൾ കൊണ്ടാണ് നിങ്ങളെ ഉസ്താദായിട്ട് ഞാൻ ചിത്രീകരിക്കുന്നതേ ഇല്ല. സൂര്യ ഉസ്താദ് വർഗീയതയാണ് പറയുന്നത് പോലും. പിന്നെ അൻസാരി സുഗ്രി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ നാട്ടിലെ പാവം പിടിച്ച ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങൾക്കും ജാതിയും മതവും നോക്കാതെ അൻസാരി സുഗ്രി ഉസ്താദ് ആരോടെങ്കിലും എന്തെങ്കിലും അപേക്ഷിച്ചാൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ മനുഷ്യരായി പിറന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ വരദമോളുടെ വീടിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട ഉസ്താദ് ഒരു പിരിവിനിറങ്ങിയപ്പോൾ 44 ലക്ഷം രൂപയാണ് 13 മണിക്കൂർ കൊണ്ട് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് വന്നത്. അത് കൃത്യമായിട്ട് അവിടെ കൊണ്ട് കൊടുത്തു. ആ കുട്ടിയുടെ വീടിന് വേണ്ടി എല്ലാം ചെലവാക്കി. ബാലൻസ് പൈസ ആ അമ്മ ഉസ്താദിന്റെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാ. ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് വന്ന് നാഴികയ്ക്ക് 40 വട്ടം ഗീർവാണം മുഴക്കുന്ന നീയും നിന്റെ പ്രസ്ഥാനത്തിലുള്ളവരും നിന്റെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സാധാരണക്കാരന് ഒരു 10 പൈസയുടെ മിഠായി വാങ്ങിച്ചു കൊടുത്ത കഥ നിനക്കൊക്കെ ഇവിടെ പറയാനുണ്ടോ? ഒരു പുല്ലും പറയാനില്ല. ഇങ്ങനെ വന്നിരുന്നോണ്ട് നേരം വെളുക്കുമ്പോൾ കോണ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനലിനകത്ത് ഇരുന്ന് അടിക്കാന്നല്ലാതെ നിനക്കൊക്കെ എന്താ അറിയാവുന്ന? കുറച്ച് മേക്കപ്പ് ഇടും, കുറച്ച് ലഹളാ മോർച്ച എന്ന് പറഞ്ഞിട്ട് നാട് റോഡിലോട്ട് ഇറങ്ങി ആഭാസത്തരം കാണിക്കാതല്ല നീയൊക്കെ എന്ത് ഗുണമാണ് ഇവിടുത്തെ മനുഷ്യ സമൂഹത്തിന് ചെയ്യുന്നത്? ബാക്കി കേട്ടോ. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, എന്നോട് ഒരുപാട് ആൾക്കാർ ഇൻബോക്സിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് ഉസ്താദുമാർക്ക് യോജിച്ചതല്ല എന്നുള്ളത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് നല്ലതായിട്ട് തന്നെ പറയും, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കൂല സുഹൃത്തെ. അതുകൊണ്ട് ഈ മറുപടിക്ക് ഞാൻ ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാവുക, ഞാൻ നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത് അതെല്ലാവരും കണ്ടതാണല്ലോ അല്ലേ. അപ്പം നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നും എനിക്ക് തരാൻ മനസ്സില്ല കേട്ടോ ഉസ്താദെ. ഉസ്താദുകളെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്നത് നമുക്ക് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഉസ്താദ് ഹിന്ദുക്കളെ കാര്യം നോക്കിക്കോളൂ. ഇനിയിപ്പോൾ ഉസ്താദിന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്നല്ലേ പറയുന്നത്, എല്ലാവരുടെ കാര്യം അങ്ങ് നോക്കിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇമാതിരി ഡയലോഗ് ഇളക്കാതിരുന്നാ മതി. എന്താ ഉസ്താദെ, ശരിയല്ലേ? സഹായമല്ലോ ഒക്കെ നല്ലത് തന്നെ. എന്റെ അഖിലാണ്, എന്റെ സ്വത്താണ്, എന്റെ മത്താണ് എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ കറക്റ്റാണ്.
പക്ഷേ സംഘപരിവാറിന്റെ മേത്തോട്ടിട്ട് കയറാൻ നിക്കണ്ട. അതാണ് നല്ലത്. കാരണം പിന്നെ നമ്മൾ പറയുമ്പോൾ അത് വർഗീയത നിങ്ങൾ വർഗീയത എന്നുള്ള പറയുന്നത് ഇങ്ങോട്ട് പറയുന്നത് നേരെ ഇറക്കിയിട്ട് അങ്ങോട്ട് ഉസ്താദിന്റെ ഒരു കാര്യം എന്തുവാ ഉസ്താദ് ഇങ്ങനെ തന്നെയാണ് മദ്രസയിലും പഠിപ്പിക്കുന്ന ഉസ്താദ്. ഉസ്താദ് ഇങ്ങനെ തന്നെയാണോ പഠിപ്പിക്കുന്നത് മദ്രസയിലും? ഉസ്താദിനെ കണ്ടിട്ടില്ല കുറച്ച് കുട്ടികളെ പഠിക്കണ്ട ഉസ്താദ്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതേ പഠിക്കുക ഉസ്താദ്, ഇങ്ങനെ കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത് ആണോ? ഞാൻ പറഞ്ഞെന്തിനാ എല്ലാ ആൾക്കാർക്കും മൊത്തമായിട്ട് കള്ളം അങ്ങനെ പറയുന്നത് ചറ്റത്തരല്ലേ ഉസ്താദെ? ആണോ അല്ലയോ? എന്തായാലും അൻസാരി ഉസ്താദ് പറഞ്ഞ ഉസ്താദ് തെറ്റാണെന്ന് മനസ്സിലാവുന്നു ഉസ്താദെ. മനസ്സിലായില്ലെങ്കിൽ നീ പറഞ്ഞ് മനസ്സിലായി. കള്ളിപ്പെണ്ണേ ചെല്ലക്കുയിലേ ക്ഷേത്രത്തിൻ ഭണ്ഡാരം തൂക്കി വിറ്റോളെ, നീ എൻ്റെ മുഹബത്തിൻ സുൽത്താനല്ലേ. അല്ലെങ്കിൽ അത് വേണ്ട, ഇപ്പൊ പാടാൻ പറ്റിയ പാട്ട്. കരയല്ലേ കരയല്ലേ കണ്ണുനീർ പൊഴിച്ചിടല്ലേ, കരളിന്റെ കരളാം പ്രഭാവതി നിന്റെ കണ്ണീര് കണ്ടിട്ടെന്റെ കൽബാകെ നീറുന്നോളെ, കരളിന്റെ കരളായ തേനേ. എന്തൊക്കെയായാലും പറഞ്ഞുകൊണ്ടാണത്. ഇടതുപക്ഷ ജിഹാദികൾ ക്ഷേത്രത്തിന്റെ മുതലെല്ലാം മുക്കൂടും മുടിപ്പിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് പോകുന്നത്. ശശികല ടീച്ചറ ഇവിടെ വാ, ലക്ഷ്മി കൊളോസ് ഇവിടെ വാ, എല്ലാവരും ഇവിടെ വാ. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വല്ലയിടത്തും വെച്ചു എന്നൊരു ചൊല്ലില്ലേ, ഏകദേശം അതുപോലെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പാലക്കൽ അമ്മായി ലവക്കയുടെ കമന്റ് ബോക്സിൽ ആൾക്കാർ വന്നിട്ട് കമന്റ് ഇട്ട് പോലും ഉസ്താദ് ചെയ്യേണ്ട പണിയാണോ ഈ ചെയ്യുന്നത്? സത്യമാണല്ലേ, ഉസ്താദ് ചെയ്യേണ്ട പണിയല്ല ഉസ്താദ് ചെയ്യുന്നത്. ഉസ്താദ് ചെയ്യുന്ന പണി എന്താണെന്നറിയാം? ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മനുഷ്യർക്ക് ഒരു സഹായമായിട്ട് ചെല്ലുക. ദൈവദൂതൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എന്ന് പറഞ്ഞ പോലെ മനുഷ്യരിലൂടെ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ കാണാറുണ്ട്. ആ രൂപത്തിലാണ് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിങ്ങളും ഒക്കെ ഇന്ന് അൻസാരി സൂര്യോസ്ഥാനെ കാണും. ഇതൊക്കെ കാണുമ്പോൾ നിനക്കൊക്കെ ഊത്തലുണ്ടാവും. പിന്നെ സംഘപരിവാറിനെ പറയുമ്പോഴത്തേക്ക് നിനക്ക് ചൊറിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം തിളപ്പിക്കുക, അതിനകത്ത് കുറച്ച് ഡെറ്റോൾ അങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ട് കുളിക്കുക, നല്ല വാറ സോപ്പ് ഇട്ട് അങ്ങോട്ട് തേക്കുക. അപ്പം നിന്റെ ചൊറിച്ചിൽ അങ്ങോട്ട് മാറും. അല്ലാതെ ഞാൻ നിനക്ക് എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ്. അതും നിന്റെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ നിനക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ചേച്ചി രാവിലെ പുട്ടിയൊക്കെ ഇട്ട് വന്നങ്ങ് ഇരിക്കുക, എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഉള്ള സമയത്ത് കെട്ടിയവനും മക്കൾക്കൊക്കെ വല്ല വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്ത് വീട്ടുകാരെ നോക്കിയിരിക്കുക. അല്ലാതെ ഉസ്താദിനെ പോലുള്ളവരൊക്കെ വിമർശിക്കാനൊന്നും നീ ആളായിട്ടില്ല. അണ്ടിമുക്ക് ശാഖയിൽ കുഞ്ഞുനാളിൽ പോയി പഠിച്ചിട്ടുള്ള ആ ഒരു വിവരവും വെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ വന്നിട്ട് കൊണയടിക്കരുത്. എൻ്റെ പൊന്നു ചേച്ചിയെ ഇതോടുകൂടി നിർത്തിക്കോ കേട്ടാ. പിന്നെ സംഘപരിവാറിനെ തൊട്ട് എന്തൊക്കെയോ ആക്കിക്കളയെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ അങ്ങ് ശാഖയിൽ പോയി പറഞ്ഞാൽ മതി. 8 മടക്കി അവിടെ തന്നെ വെച്ചോളൂ. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനൊക്കെ കൃത്യമായിട്ട് കമൻറ്റ് നിങ്ങൾ കൊടുക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.